4.5 പതിറ്റാണ്ട് തിരുവനന്തപുരം നഗരസഭ അടക്കിവാണ LDF ഭരണത്തിന് BJP വിരാമമിട്ടു. 2015-ലും 2020-ലും കൈയകലത്തെത്തിയ നഗരസഭാ ഭരണം ഇക്കുറി കൈപ്പിടിയിലാക്കി. അതും LDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറി. കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞത് നേമത്ത് O. രാജഗോപാൽ വിജയിച്ചപ്പോഴായിരുന്നു. അന്നാണ് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ വലിയ ആഘോഷം കേരളം കണ്ടത്. ഇപ്പോൾ 9 വർഷത്തിന് ശേഷം 2025-ൽ BJP സംസ്ഥാന കാര്യാലയത്തിൽ വീണ്ടും ആഘോഷം നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ ഭരണം നേടിയതിന്റെ ആഘോഷം. വോട്ടെണ്ണൽ ദിനം BJPക്ക് വലിയ ആഘോഷത്തിന്റെ ദിനമാണെന്ന് ഇന്നലെ തന്നെ വിലയിരുത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ തേരോട്ടമായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ കണ്ടത്. ആദ്യ റൗണ്ട് എണ്ണി തീരും വരെ മാത്രം ഇടയ്ക്ക് LDF ഇഞ്ചോടിഞ്ച് മത്സരം പ്രകടിപ്പിച്ചു. പക്ഷേ നേമത്തെ വാർഡുകൾ എണ്ണി തുടങ്ങിയതോടെ നഗരസഭയിൽ കാവി പുതച്ചു തുടങ്ങി. നേമത്തെ 22 വാർഡുകളിൽ 17-ലും BJPയുടെ തേരോട്ടം. ശക്തി കേന്ദ്രമായ കഴക്കൂട്ടത്തെ വാർഡുകൾ എണ്ണുമ്പോൾ തിരിച്ചു വരുമെന്ന് LDF കണക്കുകൂട്ടി. പക്ഷേ എല്ലാം പിഴച്ചു. കഴക്കൂട്ടത്ത് BJP കടന്നു കയറി. 5 വാർഡ് മാത്രമുണ്ടായിരുന്ന BJP 14 വാർഡുകളിൽ CPMനെ തൂത്തെറിഞ്ഞു. വട്ടിയൂർക്കാവിൽ 25 വാർഡുകളിൽ 11 വിജയിച്ചപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ 22-ൽ 8 ഒതുങ്ങി. പക്ഷെ 100-ൽ 50 വാർഡുകളിൽ വിജയം. മാരാർജി മന്ദിരത്തിൽ ആവേശമലതല്ലി. ചരിത്ര മുഹൂർത്തത്തിൽ മധുരം വിളമ്പി നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരംഗത്തിന്റെ പിന്തുണ കൂടി വന്നു. വിജയിച്ചവരിൽ 2 സ്വതന്ത്രന്മാരുള്ളതിനാൽ പ്രതിസന്ധിയാകില്ല. മേയറെ പാർട്ടി നിഷ്പ്രയാസം കണ്ടെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അത് പാർട്ടിയിൽ ഇരുന്ന് തീരുമാനിച്ചും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ അത് നാഷണൽ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്. അത് ആർക്കും ഒരു സ്പെക്കുലേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒറ്റക്കാരി ഈ UDFന്റെ വിജയം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ R. ശ്രീലേഖ IPSും VV രാജേഷ് അടക്കമുള്ള മുതിർന്ന കൗൺസിലർമാരും വിജയിച്ച് കൗൺസിലെത്തിയിട്ടുണ്ട്. ആരും അച്ചടക്കം ലംഘിച്ചില്ല. അത് നിങ്ങൾ BJPയുടെ നേതൃത്വത്തോട് ചോദിക്കണം. ഞാനിപ്പോൾ കൗൺസിലർ വിജയത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത്തവണ തിരുവനന്തപുരത്ത് മേയർ പദത്തിന് സംവരണമില്ല. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് വനിതാ സംവരണമാണ്. ഇതും BJP പരിഗണിക്കുമെന്നാണ് സൂചന. നിരവധി മുഖ്യമന്ത്രിമാരെ മേയർമാരെയൊക്കെ കണ്ടെത്തിയിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതൊക്കെ വിജയകരമായി പ്രവർത്തിച്ചു പോവുകയാണ്. ആ പ്രോസസ്സിലൂടെ നമ്മുടെ പാർട്ടി നേതൃത്വം കേരള ഭരണം ലക്ഷ്യമിടുന്ന BJP തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം തുടക്കമായി കാണുകയാണ്. തിരുവനന്തപുരത്തിന്റെ ആവേശം അങ്ങ് ഡൽഹിയിലും. തിരുവനന്തപുരത്തിന് നന്ദിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമെന്ന് നരേന്ദ്രമോദി. ജനങ്ങളുടെ വികസനാഗ്രഹങ്ങൾ BJP യാഥാർത്ഥ്യമാക്കുമെന്നും മോദിയുടെ ഉറപ്പ്. സംസ്ഥാന BJPയുടെ സാരഥ്യം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരീക്ഷയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ച് വിജയക്കൊടി നാട്ടി. പാർട്ടിയിലെ തന്റെ നേതൃസ്ഥാനവും ഉറപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റിടങ്ങളിലെ വിജയത്തിനും ഈ വിജയം ഊർജ്ജമാകും. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.